ആഴ്ചക്കാഴ്ച നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE ഷൊർണൂർ ബ്രാഞ്ച്. നമസ്കാരം, ആഴ്ചക്കാഴ്ചയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിലെ ചില സുപ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നമുക്ക് വീണ്ടും കാണാം. പാലക്കാട് മെഡിക്കൽ കോളേജിൽ നിന്ന് കോങ്ങാട്ടേക്ക് അനുവദിച്ച KSRTC പ്രിയദർശിനി ബസ്സിന് കോങ്ങാട് സ്വീകരണം ലഭിച്ചു. സ്വീകരണ ചടങ്ങ് മന്ത്രി KA തുളസി ഉദ്ഘാടനം ചെയ്തു. നേരത്തെ GTO സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ബസ്, പിങ്ക് ബസ് ഇങ്ങോട്ട് വരിക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരാവശ്യമായിരുന്നു. പ്രത്യേകിച്ച് GTO പറയുകയായിരുന്നു, മെഡിക്കൽ കോളേജിന്റെ അവിടെ നിന്ന് ഈ ബസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ നിരവധി സ്ത്രീകളും പെൺകുട്ടികളും ഈ ബസ്സിൽ കയറി അവർക്കുള്ള വലിയ നന്ദിയും സ്നേഹവും ഒക്കെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അപ്പോ ഈ ഒരു ബസിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായിട്ടുള്ള ഒരു ആവശ്യമാണ് ഇപ്പോ ഇവിടെ നടന്നിട്ടുള്ളത്. എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ളതല്ല. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നീതു ശങ്കർ അധ്യക്ഷത വഹിച്ചു. DTO ജോഷി ജോൺ, PS ശശികുമാർ, റിയാസ് നാലകത്ത്, ശ്രീ മഹേഷ്, പഞ്ചായത്ത് അംഗം CN ശിവദാസൻ, രവി TU, മുരളീകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വീടിനകത്തും പുറത്തും വിവിധതരം പൂന്തോട്ടങ്ങളും പഴംതോട്ടങ്ങളും ഒരുക്കി ആനന്ദം കണ്ടെത്തുകയാണ് പത്തിരിപ്പാലയിലെ യുവ കർഷക കുടുംബം. പത്തിരിപ്പാല കാരക്കുളം വീട്ടിൽ അനസ് സമീർ, ഭാര്യ ഷെമിന എന്നിവരാണ് 10 സെന്റ് ഭൂമിയിലും വീട്ടിനകത്തും കൗതുക ചെടികളും വീട്ടാവശ്യങ്ങൾക്കുമായി നിരവധി പഴത്തോട്ടവും ഒരുക്കിയിരിക്കുന്നത്. സക്കീറിന്റെ പിതാവ് മായൻകുട്ടി പത്തിരിപ്പാലയിലെ അറിയപ്പെടുന്ന കർഷകനായിരുന്നു. പൂക്കളോടും കൃഷിയോടും മണ്ണിനോടും ഇഷ്ടം മൂത്തതോടെയാണ് ഇവർ വീടും പരിസരവും മനോഹര കൃഷിത്തോട്ടവും പൂന്തോട്ടവും പഴന്തോട്ടവുമായി മാറ്റിയത്. വിദേശത്തും സ്വദേശത്തുമുള്ള വിവിധയിനം പഴച്ചെടികൾ ഇവിടെ കാണാനാകും. വിവിധതരം ഓർക്കിഡ് ചെടികൾ, പുലാസോൺ, റംബുട്ടാൻ, ഡ്രാഗൺ ഫ്രൂട്ട്, വൈറ്റ് ഞാവൽപ്പഴം, നാഗ്പൂർ ഓറഞ്ച്, മുസംബി, അഭിയു, സീതപ്പഴം, ജപ്പാൻ പേര, അമ്പഴങ്ങ, റൊളിനിയ, മാംഗോസ്റ്റിൻ, മരമുന്തിരി, ബുഷ് ഓറഞ്ച്, മിറാക്കിൾ ഫ്രൂട്ട്, അങ്ങനെ നിരവധി പഴങ്ങൾ ഇവിടെ കാണാനാകും. വീട്ടിനകത്തും പുറത്തുമായി 100-ലേറെ വരുന്ന വിവിധയിനം പൂക്കൾ ഇവിടെയുണ്ട്. അംഗ്ലോഡിമ, അഡീനിയം, ആന്തോറിയം, വിവിധതരം റോസ് പൂക്കൾ, കടലാസ് പൂക്കൾ തുടങ്ങിയ 100-ലേറെ പൂച്ചെടികളും വീട്ടിനകത്തും മുറ്റത്തുമായി കാണാനാകും. പൂവിനോടും പഴവർഗ്ഗങ്ങളോടുമുള്ള വലിയ ഇഷ്ടമാണത്രേ ഇത് തുടങ്ങാൻ കാരണം. പിന്നെ എനിക്ക് ഒരു കായികമായിട്ടുള്ള ഒരു ഇത്, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്ന് ശരീരം വേർക്കാൻ വേണ്ടിയിട്ടുള്ള പണികൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഓഫീസിലേക്ക് പോകാറുള്ളത്. അപ്പോൾ അതെല്ലാം പിന്നെ ഈ മണ്ണിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ട് വളരെ താല്പര്യമാണ്. നമ്മൾ നട്ട തൈകൾ അത് വളർന്നു വരുമ്പോൾ നമ്മൾ ചെറിയ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത് പോലെ നമുക്ക് സന്തോഷവും ആനന്ദവും എല്ലാം ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ക്ലാസ്സുകളൊക്കെ കൊടുക്കാറുണ്ട്. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം അടുക്കളത്തോട്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യപ്രകാരം പിന്നെ ഹൈബ്രിഡ് തൈകൾ ഓരോന്നിങ്ങനെ വാങ്ങിച്ച് കൂട്ടാൻ തുടങ്ങി. അപ്പോൾ അതിൽ താല്പര്യം വന്നതുകൊണ്ട് അങ്ങനെ തുടങ്ങിയതാണ് ഇത്. വീട്ടിൽ തന്നെ നിർമ്മിക്കുന്ന കമ്പോസ്റ്റ് വളമാണ് ചെടികൾക്ക് ഉപയോഗിക്കുന്നത്. മുന്തിരി ഉൾപ്പെടെയുള്ള എല്ലാ പഴവർഗ്ഗങ്ങളും ഇവിടെ നിന്ന് തന്നെ വീട്ടുപയോഗത്തിന് ലഭിക്കുന്നതിനാൽ പുറമെ നിന്ന് ഒരു പഴം പോലും വാങ്ങാറില്ല. പഴവർഗ്ഗങ്ങൾ തന്നെയാണ് ഇവരുടെ ഒരു നേരത്തെ ഭക്ഷണം. അതിഥികൾക്കും പഴവർഗ്ഗങ്ങൾ നൽകിയാണ് സ്വീകരിക്കാറ്. മായം കലരാത്തതായതിനാൽ ധൈര്യമായി കഴിക്കാം. ഇരുവരും ചേർന്നാണ് ഇവയെ പരിപാലിക്കാറുള്ളത്. വീടിനെയും മുറ്റത്തെയും കൃഷിത്തോട്ടമാക്കിയ ഇരുവരും നാടിന് തന്നെ മാതൃകയായി മാറിയിരിക്കുകയാണ്. ഇവിടെ റംബുട്ടാനുണ്ട്, അബിയു, മാംഗോസ്റ്റിന്, പിന്നെ വിവിധതരം മാവുകൾ, അമ്പഴം, പിന്നെ റൊളീനിയ, മുസംബി, നാഗ്പൂർ ഓറഞ്ച്, വൈറ്റ് ഞാവൽ, അങ്ങനെ കുറച്ചുണ്ട്. റെയിൻ ഫോറസ്റ്റ്, പീനട്ട് ബട്ടർ, മുന്തിരി ഉണ്ട്. അതിന് കുറേയൊക്കെ കായ്ച്ചു തുടങ്ങി, കുറച്ചും കൂടെ കായ്ക്കാനുണ്ട്. റംബുട്ടാൻ വെച്ചത് ഒരു 1.5 കിലോ ചെറിയ തൈയാണെങ്കിൽ പ്രാവശ്യം കിട്ടി. കാർഗിൽ വിജയ് ദിനത്തോടനുബന്ധിച്ച് പറളി പഞ്ചായത്ത് കാർഗിൽ യുദ്ധ സ്മാരകത്തിൽ വിജയ് ദിവസ് ആചരിച്ചു. ചടങ്ങിൽ കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച കിണാവല്ലൂർ സ്വദേശി ജവാൻ ഗോപിനാഥിനെ അനുസ്മരിച്ചു. എടത്തറ ഡിഫൻസ് ടീം സംഘടിപ്പിച്ച പരിപാടിയിൽ പറളി പഞ്ചായത്ത് പ്രസിഡന്റ് K ഉഷാകുമാരി മുഖ്യാതിഥിയായി. പറളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജിത്ത്, പറളി ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ബാലസുബ്രഹ്മണ്യൻ, പറളി ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC ഓഫീസർ രാഹുൽ, പറളി ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC കാഡറ്റ്സ്, 28 NCC ബറ്റാലിയൻ, ഒറ്റപ്പാലം NCC കാഡറ്റ്സ്, കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ജവാന്മാർ, സൈനികർ, പൂർവ്വ സൈനികർ,
ജവാൻ ഗോപിനാഥിന്റെ സഹോദരൻ പ്രഭാകരനും കുടുംബാംഗങ്ങൾ, പാലക്കാടൻ സൈനിക കൂട്ടായ്മ കരിമ്പനക്കൂട്ടം അംഗങ്ങൾ, 11ാം വാർഡ് മെമ്പർ ജയന്തി എന്നിവർ പങ്കെടുത്തു. ഡിഫൻസ് ടീം സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ഡിഫൻസ് ടീം പ്രസിഡന്റ് കെ ദിവാകരൻ സ്വാഗതം പറഞ്ഞു. പാലക്കാടൻ സൈനിക കൂട്ടായ്മ കരിമ്പനക്കൂട്ടം രക്ഷാധികാരികളായ വി നാരായണൻകുട്ടി, കെ ബാലസുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. ജലസമൃദ്ധവും സുസ്ഥിരവുമായ നാളെയെ ലക്ഷ്യമിട്ട് ഷൊർണൂർ നഗരസഭ നടപ്പിലാക്കുന്ന ക്യാച്ച് ദി റെയിൻ പദ്ധതിക്ക് തുടക്കമായി. നഗരസഭാ തലത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി നിർമ്മല പദ്ധതിയുടെ ഔദ്യോഗിക പ്രകാശനം നിർവഹിച്ചു. മഴവെള്ള സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭൂഗർഭ ജലവിധാനം ഉയർത്തുന്നതിനുമായി അമൃത് 2.0 പദ്ധതിയുടെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും സഹകരണത്തോടെയാണ് നഗരസഭ ഈ സമഗ്ര പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി KVR ഹൈസ്കൂളിൽ ജലസംരക്ഷണ ബോധവൽക്കരണ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ക്യാമ്പിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ജലപ്രതിജ്ഞയെടുത്തു. ഔദ്യോഗിക പ്രചരണ പോസ്റ്ററിന്റെ പ്രകാശനം നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മല നിർവഹിച്ചു. വരും ദിവസങ്ങളിൽ പദ്ധതി കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലും പൊതുസ്ഥലങ്ങളിലും വിപുലമായ ബോധവൽക്കരണ പരിപാടികളും ജനകീയ കൂട്ടായ്മകളും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വീടുകളിലും സ്ഥാപനങ്ങളിലും മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ നിർമ്മിക്കുക, മഴവെള്ളം നേരിട്ട് കിണറുകളിലേക്ക് ഇറക്കി റീചാർജ് ചെയ്യുക തുടങ്ങിയ പ്രായോഗിക മാർഗങ്ങളാണ് ക്യാമ്പയിനിലൂടെ പങ്കുവയ്ക്കുന്നത്. ചടങ്ങിൽ വൈസ് ചെയർമാൻ വി അനുരാജ്, സൗമ്യ CK സിന്ധു, രവീന്ദ്രൻ, സന്ധ്യ, സിനി മനോജ്, സെക്രട്ടറി PS രാജേഷ്, TA നിഖിൽ തുടങ്ങിയവരും പങ്കെടുത്തു. ഒറ്റപ്പാലം മയിലുംപുറത്ത് അക്രമകാരിയായ നായ 9 നായ്ക്കുഞ്ഞുങ്ങളെ കടിച്ചു കൊന്നു. മറ്റ് 3 തെരുവ് നായ്ക്കൾക്കും കടിയേറ്റു. അക്രമകാരിയായ നായയെ കണ്ടെത്താൻ ഡോഗ് ക്യാച്ചർമാരും നാട്ടുകാരും ചേർന്ന് ശ്രമം നടന്നെങ്കിലും കണ്ടെത്താനായില്ല. പ്രദേശവാസികളായ ചിലരുടെ പിന്നാലെ ഓടിയെങ്കിലും ഭാഗ്യം കൊണ്ടാണ് കടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. മയിലുംപുറം ആലുംകുന്ന് ഭാഗത്താണ് ആക്രമ സ്വഭാവം പുറത്തെടുത്ത നായ ആശങ്കയായി മാറിയത്. കടിയേറ്റ 3 നായ്ക്കളെ ചികിത്സയ്ക്കും കുത്തിവയ്പ്പിനുമായി മൃഗാശുപത്രിയിലേക്ക് മാറ്റി. 1.5 മാസം മുൻപ് തോട്ടക്കരയിൽ 2 നായ്ക്കൾ അക്രമ സ്വഭാവം പുറത്തെടുത്തിരുന്നു. ഇവ പ്രദേശവാസികളായ ചിലരെ കടിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഇവയിൽ ഒന്നിനെ പിന്നീട് പേവിഷബാധ സ്ഥിരീകരിച്ചിരുന്നു. ഇതിന്റെ കടിയേറ്റ നായയാണ് ഇപ്പോൾ ഭീതി പരത്തുന്ന സംശയമാണ് ബലപ്പെടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സോഷ്യൽ മീഡിയ വഴി അവഹേളിച്ച ബ്ലോഗർ ജാൻമണിക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ച രംഗത്ത്. ഷൊർണൂരിൽ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ DYSPക്ക് പരാതി നൽകി. ഇക്കഴിഞ്ഞ 2 ദിവസം മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് സോഷ്യൽ മീഡിയ വഴി ബ്ലോഗർ ജാൻമണി അവഹേളിച്ചുകൊണ്ടുള്ള പരാമർശനം നടത്തിയത്. ഇതിനെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് സംസ്ഥാന വ്യാപകമായി മഹിളാ മോർച്ച രംഗത്തെത്തിയിരിക്കുന്നത്. ജാൻമണിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഷൊർണൂരിൽ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ DYSPക്കും സൈബർ സെല്ലിനും പരാതി നൽകി. പ്രധാനമന്ത്രിയെ അവഹേളിച്ചാൽ അത് രാജ്യത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നും ജാൻമണിക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ മഹിളാ മോർച്ച വ്യാപകമായി പ്രതിഷേധം ആരംഭിക്കുമെന്നും മഹിളാ മോർച്ച നേതാവും നഗരസഭാ കൗൺസിലറുമായ സിനി മനോജ് പറഞ്ഞു. ജാൻമണി എന്ന പേരുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വളരെ നിന്ദ്യവും നീചവുമായ പരാമർശങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഒക്കെ അനുവദിച്ചു തരുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മുടെ വായിൽ തോന്നുന്നത് എന്തും വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യമാണ് അതെന്ന് തെറ്റിദ്ധരിച്ച് ഒരാളും ഇനി രംഗത്ത് വരരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് മഹിളാ മോർച്ച ഈ സംസ്ഥാനം ഒട്ടാകെ എല്ലാ സ്റ്റേഷനുകളിലും വ്യാപകമായി ഇന്ന് പരാതി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം അത് നമ്മുടെ പ്രധാനമന്ത്രി പറയുമ്പോൾ പ്രത്യേകിച്ചും അദ്ദേഹത്തെ അവഹേളിക്കുക എന്ന് വെച്ചാൽ ഈ രാജ്യത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഇത്തരം ക്രൈമുകൾ ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനെതിരായുള്ള പരാതി ഞങ്ങൾ സൈബർ സെല്ലിലും കൂടാതെ ഇന്ന് ഷൊർണൂർ DYSP ഓഫീസിലും രേഖാമൂലം നൽകിയിരിക്കുകയാണ്. സൈബർ സെല്ലിലേക്ക് ഞങ്ങൾ ഇമെയിലായിട്ടാണ് പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിനുള്ള നടപടി ജാൻമണി നേരിടുക ചെയ്യുമെന്നുള്ളത് ഞങ്ങൾ ഉറപ്പാക്കുകയാണ്. ഇതിനെതിരെ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ലെങ്കിൽ, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായിട്ടുള്ള കേസ് മുന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഞങ്ങൾ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം കേരളം കാണേണ്ടി വരുമെന്നും കൂടി ഈ അവസരത്തിൽ ഞങ്ങൾ പരാമർശിക്കാൻ ഉദ്ദേശിച്ചു. സിനി മനോജിനൊപ്പം രേവതി, നിഷ, സുചിത്ര, ലേഖ, ബിന്ദു എന്നിവരുമുണ്ടായിരുന്നു. ജന്തർ മന്ദർ സമരം രാജ്യത്തിന് നൽകുന്ന ശുഭസൂചനയാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം MN കൃഷ്ണദാസ് പറഞ്ഞു. സമര ഉടമ്പടികൾ തെറ്റിച്ച് സമരക്കാരെ തുറുങ്കിലടയ്ക്കാൻ ശ്രമിച്ചാൽ യുവശക്തി എന്തെന്ന് മോദി തിരിച്ചറിയുമെന്നും MN കൃഷ്ണദാസ് പറഞ്ഞു. SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷിനെ AKG സെന്ററിൽ നിന്നും പോലീസ് പിടികൂടാൻ ശ്രമിച്ചതിനെതിരെ CPM പാലക്കാട് നഗരത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
വിദ്യാഭ്യാസ മേഖല കാവ്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഏറ്റ തിരിച്ചടിയാണ് ജന്തർ മന്ദിറിൽ ജൻസി സമരം. രാജ്യത്തിന്റെ യുവശക്തിക്ക് മുന്നിൽ 56 ഇഞ്ചിന്റെ അധികാരധിക്കാരം ആയുധസന്നാഹവും പരാജയപ്പെട്ടു. രാജ്യം ശരിയായ ദിശയിലല്ല പോകുന്നെന്ന തിരിച്ചറിവാണ് ജന്തർ മന്ദിർ കണ്ടത്. അധികാരം അടിച്ചമർത്താനുള്ള മാർഗമാക്കിയാൽ കേന്ദ്ര സർക്കാർ വീണ്ടും യുവശക്തി എന്തെന്ന് തിരിച്ചറിയുമെന്നും NN കൃഷ്ണദാസ് പറഞ്ഞു. പിൻവലിക്കാൻ വേണ്ടി കോടതിയിൽ കൊടുത്തിട്ടുള്ള കേസ് അവധിക്ക് വെച്ചിരിക്കുകയാണ്. നാളെ 30-ാം തീയതി കേസ് എടുക്കും. അതിന് മുമ്പാണ് ചെയ്യാൻ വരുന്നത്. ഇതൊക്കെ ഭയപ്പെടുത്താനാണ്. ഭയപ്പെടില്ല എന്ന് മാത്രമല്ല, ജനങ്ങൾക്കെതിരായി ജനങ്ങൾ ഉണരുകയാണ് ബോധ്യപ്പെടുത്താനാണ് രാജ്യമാകെ പ്രതിഷേധത്തിൽ. ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കാം. നഗരം ചുറ്റിയ പ്രതിഷേധ പ്രകടനം സ്റ്റേഡിയം സ്റ്റാൻഡിൽ സമാപിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം TK നൌഷാദ്, ഏരിയ സെക്രട്ടറി കൃഷ്ണൻകുട്ടി, സുരേഷ്, ചിഞ്ചു ജോസ്, V സരള എന്നിവർ സംസാരിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പുതുശ്ശേരി ഡിവിഷനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട CPMലെ SB രാജു തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രസിഡന്റായിരുന്ന TM ശശി MLA ആയതിനെ തുടർന്നാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ജില്ലയുടെ സമഗ്രമായ വികസനത്തിന് രാഷ്ട്രീയ വ്യത്യാസം മറന്ന് പ്രവർത്തിക്കുമെന്ന് SB രാജു പറഞ്ഞു. 31 അംഗ ജില്ലാ പഞ്ചായത്തിൽ 29 പേരാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത്. TM ശശി വിജയിച്ച വാർഡിൽ തെരഞ്ഞെടുപ്പ് നടക്കാത്തതുകൊണ്ട് പല്ലശ്ശേന ഡിവിഷൻ ഒഴിഞ്ഞുകിടക്കുകയാണ്. കുടുംബപരമായ കാരണത്തെ തുടർന്ന് അമ്പലപ്പാറ ഡിവിഷനിൽ നിന്നുള്ള ഇയാളും തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തിരുന്നില്ല. 29 അംഗങ്ങൾ പങ്കെടുത്ത വോട്ടെടുപ്പിൽ 17 അംഗങ്ങളുടെ വോട്ട് നേടിയാണ് SB രാജു പ്രസിഡന്റായത്. UDFിൽ നിന്നും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച കപ്പൂർ ഡിവിഷനിലെ കോൺഗ്രസ് അംഗം TK സുനിലിന് 12 വോട്ട് ലഭിച്ചു. ജില്ലാ കളക്ടർ K സുധീർ ആയിരുന്നു വരണാധികാരി. ഫണ്ടിന്റെ കുറവുണ്ടെങ്കിലും മുൻഗണനാ ക്രമത്തിൽ പദ്ധതികൾ നടപ്പിലാക്കും. തുറന്നു വരുന്ന പദ്ധതികൾ അതിവേഗത്തിൽ നടപ്പിലാക്കുമെന്നും SB രാജു പറഞ്ഞു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി തുടങ്ങിവെച്ച എല്ലാ പദ്ധതികളും അത് വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് അടിയന്തരമായി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. ഫണ്ടും മറ്റും കുറയുന്ന സാഹചര്യമുണ്ട്. അതിൻ്റെ കുറവ് പ്രോജക്റ്റുകളെ ബാധിക്കും. എന്നാൽ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഏത് പ്രോജക്റ്റുകൾക്കാണോ മുൻഗണന കൊടുക്കേണ്ടത് അതുപ്രകാരം പാലക്കാട് ജില്ലയുടെ എല്ലാ മേഖലയുടെയും സർവ്വതോമുഖമായ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും നമ്മുടെ ഭാവി നാടിനു വേണ്ടി അനുകൂലമായ ഒരു പ്രോജക്റ്റുകളും പദ്ധതികളും ഒക്കെ ആവിഷ്കരിക്കുന്നതിനും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ നേതൃത്വപരമായി പങ്കുവഹിക്കും. പല മ്യൂസിയങ്ങളും കണ്ടിട്ടുണ്ടാകും നമുക്കിടയിൽ പലരും. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായൊരു മ്യൂസിയമാണ് ഷൊർണൂർ റെയിൽവേയിൽ. 1869 മുതൽ 1950 വരെയുള്ള കാലയളവിൽ ആവി എഞ്ചിനുകൾക്കായി ഉപയോഗിച്ചിരുന്ന വിദേശ നിർമ്മിത മെഷീനറികളും ടൂളുകളും അടങ്ങുന്ന സാധന സാമഗ്രികൾ സജ്ജീകരിച്ച ഒരു മ്യൂസിയമാണിത്. കാരേജ് ആൻഡ് വാഗൺ വിഭാഗത്തിലാണ് ഇത്തരമൊരു മ്യൂസിയം. ആദ്യമൊന്ന് ഈ മ്യൂസിയം കണ്ട് പരിചയപ്പെടാം. ആയിരത്തി 1869 മുതൽ 1950 വരെയുള്ള കാലഘട്ടങ്ങളിൽ ആവി എഞ്ചിനുകൾക്കായി ഉപയോഗിച്ചിരുന്ന മെഷീനറികളും ടൂൾസുകളും മറ്റു സാധന സാമഗ്രികളും അടങ്ങുന്നതാണ് ഈ മ്യൂസിയം. വിദേശ രാജ്യങ്ങളായ അമേരിക്ക, ജർമ്മനി, ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തതും ഇന്ത്യൻ നിർമ്മിതമായ ചില സാധന സാമഗ്രികളുമാണ് ഈ മ്യൂസിയത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഷൊർണൂർ റെയിൽവേയിലെ കാരേജ് ആൻഡ് വാഗൺ വിഭാഗത്തിലെ 80ഓളം തൊഴിലാളികൾ ചേർന്നാണ് ഇത്തരമൊരു മ്യൂസിയം തയ്യാറാക്കിയത്. ആയിരത്തി 1907 ഇംഗ്ലണ്ടിൽ നിന്നും ഇറക്കുമതി ചെയ്ത വീൽ ലെയ്ത്ത് 1950 മുൻപേ ഉപയോഗിച്ചിരുന്ന വീൽ, അന്നത്തെ കാലത്തെ തൊഴിലാളികൾക്ക് ജോലി സമയം ക്രമീകരിക്കുന്നതിനായി അറിയിപ്പ് നൽകുന്ന ഇരുമ്പിലുള്ള മണി എന്നിവയൊക്കെയാണ് മ്യൂസിയത്തിലെ പ്രധാന ഇനങ്ങൾ. വിദേശത്തു നിന്നും ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടി എത്തിച്ച മിഷണറികളാണ് ഇതിൽ ഭൂരിഭാഗവും. അല്പം ചില സാധന സാമഗ്രികൾ മാത്രമാണ് ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ളൂ. ഇത്തരത്തിൽ 100ഓളം സാധന സാമഗ്രികളാണ് ഈ മ്യൂസിയത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത്. 1980ഓടുകൂടി ആവി എഞ്ചിൻ പരിപൂർണമായി മാറിയിരുന്നു. പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ട്രെയിനുകൾക്ക് മാറ്റം വന്നു. എന്നിരുന്നാലും ഇതിലെ ചില സാധന സാമഗ്രികൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നവർ പറയുന്നത്. 100ൽ പരം വർഷങ്ങളുടെ പഴക്കമുള്ള സാധന സാമഗ്രികളടങ്ങുന്ന മ്യൂസിയം ഇന്ന് ഏറെ ശ്രദ്ധേയമാവുന്നു. യാത്രക്കാരുടെ നടുവൊടിച്ചതൊരു യാത്ര തുടരുന്നു.
കുളപ്പള്ളി മുതൽ പൊതുവാൾ ജംഗ്ഷൻ വരെയുള്ള പാതയിൽ തകർച്ച രൂക്ഷമായതോടെ യാത്രക്കാരുടെ ദുരിതത്തിന് ഇനിയും പരിഹാരമായില്ല. ഈ കാണുന്ന പാതയിലൂടെ ഇങ്ങനെയൊക്കെ വേണം യാത്ര. ദുരിതം പേറുന്നത് വാഹനയാത്രക്കാർ. യാത്രക്കാരുടെ നടുവൊടിച്ച് ഒരു ദുരിതയാത്ര. കുളപ്പള്ളി മുതൽ പൊതുവാൾ ജംഗ്ഷൻ വരെയുള്ള പാതയിലാണ് തകർച്ച രൂക്ഷമായതോടെ ദുരിതയാത്രയ്ക്ക് ഇനിയും ഒരു പരിഹാരമാകാത്തത്. തുടർച്ചയായ തകർച്ചയാണ് ഈ പാത സാക്ഷ്യം വഹിക്കുന്നത്. പല ഭാഗങ്ങളിലും വലിയ കുഴികൾ രൂപപ്പെട്ട് ചളിക്കുളമായി. ബൈക്ക് യാത്രക്കാരാണ് ഏറെയും ദുരിതമനുഭവിക്കുന്നത്. താൽക്കാലികമായി കുഴികളടച്ചെങ്കിലും ഈ ദുരിതത്തിന് ഒരു പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. പാതയിലെ തകർച്ച പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർ ആരുമില്ലേ എന്നും യാത്രക്കാർ ചോദിക്കുന്നു. മുൻപും കുഴികൾ ഉണ്ടായാൽ ഓട്ടയടയ്ക്കൽ നടന്നിരുന്നു. പിന്നെയും സ്ഥിതി പഴയ പോലെ തന്നെയാണ്. പാതയുടെ തകർച്ചയ്ക്കെതിരെ മുൻപ് പ്രതിഷേധങ്ങളും സമരങ്ങളും ഉയർന്നു വന്നിരുന്നു. കുഴികളിൽപ്പെട്ട് അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് ഓട്ടയടയ്ക്കുന്ന പ്രവൃത്തികളെങ്കിലും ഉടൻ നടത്തണമെന്നാണ് യാത്രക്കാരുടെയും ഒരേയൊരു ആവശ്യം. ഇനിയൊരു ഇടവേള. KSFE ഷൊർണൂർ ബ്രാഞ്ചിൽ നിന്നും ഉടൻ ആരംഭിക്കുന്നു ബിസിനസ് ക്ലാസ് ചിട്ടി. 2 ലക്ഷം 25 മാസം, സല 50 ലക്ഷം. 30% ലേലക്കിഴിവിൽ ലഭിക്കുന്ന തുക 35 ലക്ഷം രൂപ. 30% ലേലക്കിഴിവിൽ തവണ സംഖ്യ 1,50,000 രൂപ. ഒപ്പം ഭാഗ്യശാലിക്ക് ലഭിക്കുന്നു മെഗാ ബമ്പർ സമ്മാനം 1.5 കോടിയുടെ വില്ല. കൂടാതെ മേഖലാതല സമ്മാനമായി 200 ഇലക്ട്രിക് സ്കൂട്ടറുകൾ. ശാഖാതലത്തിലും സമ്മാനങ്ങൾ വേറെയും. 10 ഒരാൾക്ക് 1000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. കൂടാതെ മൾട്ടി ഡിവിഷൻ ചിട്ടികൾ 1 നറുക്കും 3 ലേലവും. 20,000 60 മാസം, സല 12 ലക്ഷം. നറുക്കു പ്രൈസ് സംഖ്യ 11,40,000. 35% ലേലക്കിഴിവിൽ അടയ്ക്കേണ്ട തവണ സംഖ്യ 15,500 രൂപ. കൂടാതെ 10,000 60 തവണ, സല 6 ലക്ഷം. നറുക്ക് പ്രൈസ് സംഖ്യ 5,70,000. 35% ലേലക്കിഴിവിൽ തവണ സംഖ്യ 7,750 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. KSFE ഷൊർണൂർ ശാഖ, സെന്റ് ആന്റണീസ് ഷോപ്പിംഗ് കോംപ്ലക്സ്, ബസ് സ്റ്റാൻഡിന് സമീപം, ഷൊർണൂർ. ആശാവർക്കർമാരുടെ കരുതലിൽ ഒറ്റപ്പാലത്ത് തമിഴ് യുവതിക്ക് വീട്ടിൽ തന്നെ സുഖപ്രസവം. ഈരോട് സ്വദേശിയായ 30-കാരി ഭുവനേശ്വരിയാണ് പള്ളത്തെ വാടക വീട്ടിൽ ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. ആശാവർക്കറായ 54-കാരി നന്ദനകുമാരിയാണ് യുവതിക്ക് രക്ഷയായി ഓടിയെത്തിയത്. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പിറകുഭാഗത്തുള്ള പള്ളം പ്രദേശത്ത് വാടക വീട്ടിനുള്ളിലായിരുന്നു ബുധനാഴ്ച രാവിലെ 10:30 യുവതിയുടെ പ്രസവം. വിവരമറിഞ്ഞ് പാഞ്ഞെത്തിയ ആശാവർക്കർ നന്ദനകുമാരി ആദ്യം ഒന്ന് ഭയന്നെങ്കിലും ധൈര്യം സംഭരിച്ച് സാഹചര്യത്തെ നേരിട്ടു. ഇതിനിടെ അയൽവാസികളെയും തോട്ടക്കര സബ് സെന്ററിലെ JPHN രാജിയെയും ഫോണിൽ ബന്ധപ്പെട്ട് ഉടൻ സ്ഥലത്തെത്താൻ ആവശ്യപ്പെട്ടിരുന്നു. അവർ എത്തും മുൻപേ നന്ദനകുമാരി കുഞ്ഞിനെ സുരക്ഷിതമായി പുറത്തെടുത്തിരുന്നു. JPHN രാജി എത്തിയതും അമ്മയും കുഞ്ഞുമായുള്ള പൊക്കിൾക്കൊടി ബന്ധം വേർപെടുത്തി. ഇതിനിടയിൽ സ്ഥലം വാർഡ് മെമ്പർ സജീഷ് കൃഷ്ണനും അയൽവാസികളും ചേർന്ന് ആംബുലൻസിൽ അമ്മയെയും കുഞ്ഞിനെയും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. കഴിഞ്ഞ 2 വർഷമായി ഈറോഡ് സ്വദേശികളായ ദമ്പതിമാർ ഒറ്റപ്പാലത്തുണ്ട്. പ്രസവത്തിന് 2 ആഴ്ച മുമ്പ് യുവതി നാട്ടിലേക്ക് പോയിരുന്നു. മുന്നറിയിപ്പില്ലാതെ ഒറ്റപ്പാലത്ത് തീവണ്ടിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ഒറ്റപ്പാലത്ത് തിരിച്ചെത്തിയ വിവരം ഭർത്താവും ബന്ധുക്കളും ഒന്നും പറഞ്ഞിരുന്നില്ല. വീട്ടിലെത്തി മണിക്കൂറുകൾ പിന്നിട്ടതോടെയായിരുന്നു പ്രസവം. എന്ന് നോക്കുമ്പോൾ കുട്ടിയുണ്ട് ഇങ്ങനെ കയ്യും കാലും ഇങ്ങനെ കുത്തിയിട്ട് നിൽക്കുന്നു ഈ ഗർഭിണി. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ നിൽക്കരുത് പൊന്നോ, ഒന്നിയെ വേഗം നമുക്ക് ഡ്രസ്സ് മാറ്റി നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ പോവാ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇല്ല ചേച്ചി എനിക്ക് എന്താ മുടിയില്ലേ, ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കുക പറഞ്ഞു. അയ്യോ ഇങ്ങനെ നിന്നാൽ പറ്റില്ല പൊന്നെ, എന്നാൽ കിടക്ക് നീളത്തിൽ കിടക്ക് പറഞ്ഞിട്ട് കിടത്തി. അപ്പോഴേക്കും സംഭവം ഡെലിവറിയുടെ ഇത് വരാൻ തുടങ്ങി. അങ്ങനെ വന്ന് ഡെലിവറി അപ്പോഴേക്കും ഞാൻ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. എനിക്ക് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നു. തൊട്ട തന്നെ നമ്മുടെ ഒരു ഓട്ടോ ചേട്ടൻ്റെ ഭാര്യയാണ്, മുജീബിൻ്റെ ഭാര്യയാണ്, ജുനിയാണ്. പിന്നെ ഒരു ലൈല പറഞ്ഞ അവരും ഉണ്ടായിരുന്നു ആദ്യം. പിന്നെ ലാസ്റ്റ് ഘട്ടത്തിൽ ജുനി എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അപ്പോഴേക്കും ഞാൻ സിസ്റ്ററെ വിളിയോട് വിളി 108 വിളിക്കലായി. എനിക്ക് കുട്ടി എൻ്റെ കയ്യിൽ, എനിക്ക് കുമ്പിടാനും നീരാനും ഒന്നിനും വയ്യ, പൊക്കിൾ കൂടി മുറിക്കാൻ പറ്റുന്നില്ല. പിന്നെ അവരുടെ സ്ഥലമാണെങ്കിൽ അത്രയ്ക്ക് നമുക്ക് ഇൻഫെക്ഷനും കാര്യങ്ങളും വരാൻ പറ്റിയ സ്ഥലം. എന്താ വെച്ചാൽ അത്രയ്ക്ക് വൃത്തിയും വെടുപ്പും, വൃത്തിയില്ലാത്ത മൈഗ്രൈൻ്റെ ആണല്ലോ. ഒരു തുണിയും ഇതുപോലെ നേരം പോലെ ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും വെള്ള തുണിയും കൊണ്ട് പിടിച്ച് കുട്ടി ഇങ്ങോട്ട് വന്നോടുകൂടി ഞാൻ വേഗം കുട്ടീനെ തുടച്ച് വൃത്തിയാക്കിയിട്ട് കയ്യിൽ പിടിച്ച് ഉള്ള തുണിയും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് തണുപ്പ് കൊള്ളാത്ത രീതിയിൽ മറിച്ച് സെറ്റാക്കി പിടിച്ചു. അപ്പോഴേക്കും പിന്നെ സിസ്റ്റർ ലക്കിടിയിൽ ഇതായിരുന്നു, കുത്തിവെപ്പായിരുന്നു. അതിന് പോയി വന്നു.
മൂപ്പത്തി ബാഗ് ഓടി കതിച്ച് വന്നു കേട്ടോ. എനിക്ക് ഈ കുട്ടീനെ എടുക്കലും അപ്പുറത്തുള്ളവർ ചോദിക്കുന്നുണ്ട് കുട്ടിയെ പിടിക്കണമെന്ന്. അവരൊക്കെ വർക്കിന് പോകാൻ നിൽക്കണവരാ. പിന്നെ അവരുടെ മേലെ ഈ ബ്ലഡ് കാര്യങ്ങളും വേസ്റ്റ് ആവണ്ട വിചാരിച്ചിട്ട് വേണ്ട ഞാൻ തന്നെ പിടിക്കുക, കുഴപ്പമില്ല പറഞ്ഞു. അങ്ങനെ പിടിച്ച് അപ്പോഴേക്കും സിസ്റ്റർ വന്നു, വേഗം വന്ന് 2 തല ഇത് കുട്ടിയുടെ ഭാഗത്ത് തലയും അപ്പുറത്തെ ഭാഗത്ത് തലയും കെട്ടി നടു കട്ട് ചെയ്തിട്ട് അപ്പോൾ എന്നെ കുട്ടീനെ അങ്ങോട്ട് നീക്കി കൊണ്ടുവന്നിട്ട് പിന്നെ ഗർഭിണിയുടെ ഡെലിവറി കഴിഞ്ഞ അമ്മേനെ വേഗം എല്ലാം വേണ്ട സെറ്റപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ആംബുലൻസിൽ കയറ്റി ആശുപത്രി കൊണ്ടുപോയി. അവിടുന്ന് ആശുപത്രി അതിൻ്റെ ഉള്ളിൽ പോയി ഓഫീസിട്ട് എടുത്ത് അതിന് വേണ്ട കാര്യം. പാലക്കാട് പോസ്റ്റ് ഓഫീസ് പാർസൽ വഴി 7 കിലോ കഞ്ചാവ് കടത്തിയ കേസിലെ മുഖ്യ കണ്ണികൾ എന്ന് സംശയിക്കുന്ന 4 പേരെ ഗുവാഹത്തി എയർപോർട്ടിൽ വെച്ച് 670 കിലോ കഞ്ചാവുമായി അസാര പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കാൻ എത്തിയപ്പോഴാണ് പ്രതികൾ പിടിയിലായത്. മേഘാലയയിൽ നിന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോസ്റ്റ് ഓഫീസ് പാർസൽ വഴി കഞ്ചാവ് അയക്കുന്ന സംഘമാണ് 670 കിലോ കഞ്ചാവുമായി പിടിയിലായത്. 2026 ഫെബ്രുവരി 4-നാണ് മേഘാലയയിൽ നിന്നും 7.3 കിലോഗ്രാം കഞ്ചാവ് കൊല്ലങ്കോട് പോസ്റ്റ് ഓഫീസിലെത്തിയത്. ഇത് കൈപ്പറ്റുമ്പോഴാണ് കൊല്ലങ്കോട് സ്വദേശിയായ സഞ്ജയ്, രാഹുൽ എന്നീ സഹോദരങ്ങൾ പിടിയിലായത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കഞ്ചാവ് ഓർഡർ ചെയ്ത കൊല്ലങ്കോട് ത്രാമാണി സ്വദേശി തടനാറ വീട്ടിൽ ജിജിറ്റിനെ പാലക്കാട് പുത്തൂരിലെ വാടക വീട്ടിൽ ഒളിവിൽ കഴിവെ ജൂൺ 25-ന് എക്സൈസ് പിടികൂടി അറസ്റ്റ് ചെയ്തിരുന്നു. ജിജിറ്റിനെ ചോദ്യം ചെയ്തതോടെയാണ് രാജ്യാന്തര റാക്കറ്റിനെ കുറിച്ച് വിവരം ലഭിച്ചത്. ജിജിറ്റിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഉൾപ്പെടെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ജിജിറ്റിന് ഒളിവിൽ പോകുന്നതിന് സഹായം ചെയ്തതിനും കുറ്റകൃത്യത്തിന് ഗൂഢാലോചന നടത്തിയതിനും അമ്മയുടെ സഹോദരന്മാരായ കൊല്ലങ്കോട് ത്രാമണി സ്വദേശികളായ താടനാറ വീട്ടിൽ സിബി എന്ന കൃഷ്ണൻകുട്ടി, കവിത എന്നിവരെ ജൂലൈ 6-ന് കേസിൽ പ്രതി ചേർത്തു. മുൻകൂർ ജാമ്യം നേടിയ ഇവരെ ജാമ്യവ്യവസ്ഥ ലംഘിക്കാതെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ജിജിറ്റിനെ ചോദ്യം ചെയ്തതോടെയാണ് മേഘാലയയിൽ നിന്നും കഞ്ചാവ് പാർസൽ അയച്ച വ്യക്തിയെക്കുറിച്ച് എക്സൈസിന് വിവരം ലഭിച്ചത്. തുടർന്ന് കേസിന്റെ വിശദാംശങ്ങൾ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയ്ക്ക് നൽകുകയും NCB ഗുവാഹത്തി യൂണിറ്റ് ഇതിൽ അന്വേഷണം നടത്തി വരികയായിരുന്നു. ഗുവാഹത്തിയിലെ ലോക്പ്രിയ ഗോപിനാഥ് ഗർദോലായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ കാർഗോ ടെർമിനലിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കാൻ എത്തിയ പാർസലുകളുമായി കഞ്ചാവുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ DCP ബോലിൻ ദേവരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷണം ആരംഭിക്കുകയും 111 പാഴ്സലുകൾക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ സൂക്ഷിച്ചിരുന്ന 670 കിലോഗ്രാമോളം കഞ്ചാവ് കണ്ടെത്തുകയായിരുന്നു. പാലക്കാട് കൊല്ലങ്കോട് പാർസൽ പിടികൂടിയ കേസിൽ ഇതുവരെ 5 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ചിറ്റൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ PK മുഹമ്മദ് ഷഫീഖിന്റെ നേതൃത്വത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർമാരായ അഭിലാഷ് K, തൻസിൽ താഹ, UK ജിതിൻ, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ മണി V, പ്രിവന്റീവ് ഓഫീസർ ശിവകുമാർ, V യാസർ അറഫാത്ത്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അഭിലാഷ് K, സഞ്ജിത് കുമാർ, റജീന എന്നിവരാണ് കൊല്ലങ്കോട് പിടികൂടിയ കേസിന്റെ അന്വേഷണം നടത്തുന്നത്. തെരുവ് നായ ശല്യം രൂക്ഷമായതോടെ പാലക്കാട് നഗരസഭാ സെക്രട്ടറിയെ കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു. പ്രതീകാത്മകമായി നായ്ക്കളുടെ മുഖംമൂടി ധരിച്ച് കൊണ്ടായിരുന്നു ഉപരോധം. തെരുവ് നായ്ക്കളുടെ നിയന്ത്രണത്തിന് നഗരസഭാ ഭരണകൂടം തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരങ്ങൾ നേരിടേണ്ടി വരുമെന്ന് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി. പ്രതീകാത്മകമായി നായ്ക്കളുടെ മുഖം മൂടി ധരിച്ചുകൊണ്ടാണ് പ്രതിഷേധക്കാർ ഉപരോധത്തിൽ പങ്കെടുത്തത്. വിദ്യാർത്ഥികൾ സ്കൂളിൽ പോയി മടങ്ങി വരുന്നതുവരെ രക്ഷിതാക്കളുടെ മനസ്സിൽ ആദിയാണെന്നും ആരാധനാലയങ്ങൾക്ക് മുൻപിലും സ്കൂളുകൾ, മദ്രസകൾ, ആശുപത്രികൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് മുൻപിലും കൂട്ടം കൂടി നിൽക്കുന്ന തെരുവ് നായ്ക്കൾ നഗരത്തിലെ ജനങ്ങൾക്ക് ഭീഷണിയാണ്. തെരുവ് നായ്ക്കളുടെ നിയന്ത്രണത്തിന് നഗരസഭാ ഭരണകൂടം തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം നൽകുമെന്ന് പ്രസിഡന്റ് CV സതീഷ് പറഞ്ഞു. കേരളത്തിൽ പാലക്കാട് നഗരസഭയിൽ മാത്രമാണ് ഇത്രയും ഏറെ ദുരന്തം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നായ്ക്കൾക്ക് കൊടുക്കുന്ന പരിഗണന പോലും ഈ പാലക്കാട് നഗരത്തിലെ ജനങ്ങൾക്ക് നൽകുന്നില്ല ഈ BJP ഭരിക്കുന്ന നഗരസഭ എന്നുള്ളതാണ് സത്യം. ഇതിനകത്ത് സുപ്രീം കോടതി വിധി മെയ് 19-ന് സുപ്രീം കോടതി വിധി അനുകൂലമായൊരു വിധിയുണ്ട്. തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാനും ദയാവധം ചെയ്യാനുമുള്ള അധികാരമുണ്ട്. അത് നിലനിൽക്കെ ഇവർ ഈ സമയം വരെ ഒരു സമീപനം സ്വീകരിച്ചില്ല. മാത്രമല്ല സംസ്ഥാന സർക്കാരും കഴിഞ്ഞ ദിവസം അനുകൂലം വിധി വന്നിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവിറങ്ങിയിട്ടുണ്ട്. ഇവർ വേണ്ട വിധത്തിൽ അവർ ശ്രദ്ധിക്കാത്തത് കൊണ്ടും ആണ് ഇനിയുള്ള ഞങ്ങളുടെ നീക്കം അല്ലെങ്കിൽ സമരം. ഞങ്ങൾ പാലക്കാട് തെരുവുനായ്ക്കളെ പാലക്കാട് നഗരസഭയ്ക്കകത്ത് കൊണ്ട് കെട്ടിയിടുന്ന ഒരു സമീപനം ഞങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വരും. കോടതി നിർദ്ദേശത്തിന്റെയും സർക്കാർ മാനദണ്ഡത്തിന്റെയും അടിസ്ഥാനത്തിൽ തെരുവുനായ നിയന്ത്രണം നടപ്പാക്കാമെന്ന ഉറപ്പിലാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത്. ഉപരോധ സമരത്തിന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് നേതൃത്വം നൽകി. UDF നിയോജക മണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട്, നേതാക്കളായ ഹരിദാസ് മച്ചിങ്ങൽ, KR ശരരാജ്, C നിഖിൽ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് മണ്ഡലം പ്രസിഡന്റുമായ രമേശ് പുത്തൂർ, S സേവിയർ, ചന്ദ്രൻ അങ്കാരപ്പറമ്പ്, കാജ H ജയലാവുദ്ദീൻ, കണ്ണൻ നായർ, ഷാജഹാൻ മേപ്പറമ്പ്, സദാം ഹുസൈൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് മോഹൻ ബാബു, ഷെറീഫ് റഹ്മാൻ, മുരളി എലയന്തിയൻകാട്, K പ്രതിഭ, ഷൈനി ഷിജിത് എന്നിവർ പങ്കെടുത്തു. വരവൂരിൽ സ്കൂൾ ക്ലാസ് മുറിയിൽ താഴെ വീണ പേരയുടെ ക്യാപ്പ് എടുക്കുന്നതിനെ ചൊല്ലി
വിദ്യാർത്ഥിക്ക് അധ്യാപകന്റെ ക്രൂരമർദ്ദനം. ദൃശ്യങ്ങൾ പുറത്ത്. പറവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് അധ്യാപകന്റെ ക്രൂരമർദ്ദനം നേരിടേണ്ടി വന്നത്. അധ്യാപകനായ മണികണ്ഠൻ വിദ്യാർത്ഥികളെ ക്രൂരമായി അടിക്കുന്നത് തുറക്കഥയായതോടെയാണ് വിദ്യാർത്ഥികൾ തന്നെ ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. ദൃശ്യങ്ങൾ പുറത്തായതോടെ പ്രതിഷേധവുമായി കുട്ടികളുടെ രക്ഷിതാക്കളും ജനപ്രതിനിധികളും ഉൾപ്പെടെ വിദ്യാലയത്തിലെത്തി. സംഭവം വല്ലാതെ വേദനിപ്പിച്ചെന്നും ഇനി ഒരു കുട്ടിക്കും ഈ അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും കുട്ടിയുടെ പിതാവ് വരവൂർ സ്വദേശി ബാബു മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പരാതിയായിട്ട് പോകാൻ കാരണം നമ്മളുടെ ആ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് സഹിച്ചില്ല. അതാണ് മെയിനായിട്ട്. പിന്നെ ഇത് ഇനി നാളെ മേലാക്കണം, ഇത് ആവർത്തിക്കരുത് വേറെ കുട്ടിക്ക്. പിന്നെ ഫോണ് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മാഷിൻ്റെ അത്രയും ക്രൂരത കൊണ്ടായിരിക്കാം പിള്ളേരാണ് എടുത്തിട്ടുണ്ടായി. CPM വരവൂർ ലോക്കൽ സെക്രട്ടറി MR രതിമോഹൻ, വരവൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ NS സജീഷ്, PK യശോദ, കാഴ്ചപരിമിതിയുള്ളയാളാണ് കുട്ടിയെ മർദ്ദിച്ച അധ്യാപകൻ. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ, ചെറുതുരുത്തി പോലീസ് എന്നിവിടങ്ങളിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുട്ടിയുടെ രക്ഷിതാക്കൾ. വരവൂരിൽ വിദ്യാർത്ഥിയെ അധ്യാപകൻ തല്ലുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ ഇടപെട്ടു. അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ വകുപ്പ് സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. അന്വേഷണം നടത്തി ഉടൻ റിപ്പോർട്ട് നൽകാൻ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറെ ചുമതലപ്പെടുത്തി. തൃശൂർ ജില്ലയിലെ വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിദ്യാർത്ഥിയെ അധ്യാപകൻ ചൂരൽ കൊണ്ടടിക്കുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായത്. 4 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും അകലൂർ നായാടിക്കുണ്ട് കനാൽ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായി. 30ഓളം കുടുംബങ്ങളുടെ ഏക ആശ്രയമായ റോഡ് കാൽനട പോലും ദുരിതത്തിലായെന്നും നാട്ടുകാർ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുൻപ് റോഡ് സഞ്ചാരയോഗ്യമാക്കാമെന്ന് വാക്ക് നൽകിയ രാഷ്ട്രീയ പാർട്ടിയുടെ വാക്കും പാഴ്വാക്കായതായി പ്രദേശവാസികൾ ആരോപിച്ചു. ലക്കിടിപ്പേരൂർ പഞ്ചായത്തിലെ 6ാം വാർഡിൽപ്പെട്ട അകലൂർ നായാടിക്കുണ്ട് കനാൽ റോഡാണ് കാൽനട യാത്ര പോലും കഴിയാതെ പ്രദേശവാസികൾ മഴക്കാലത്ത് ദുരിതത്തിലായത്. ഏകദേശം 1 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡാണിത്. 30ഓളം കുടുംബങ്ങളുടെ ഏക ആശ്രയമാണ് റോഡ്. കൂടാതെ നിരവധി ഇരുചക്രവാഹന യാത്രക്കാരും കടന്നുപോകുന്ന റോഡാണിത്. അകലൂർക്കാവ് 2ാം വില്ലേജിലേക്ക് എത്തപ്പെടുന്ന റോഡ് കൂടിയാണിത്. നിരവധി പരാതികളടക്കം പഞ്ചായത്തിനും ജില്ലാ കളക്ടർക്കും നൽകിയെങ്കിലും ഒരു നടപടിയും ഇന്നേവരെ ഉണ്ടായിട്ടില്ലത്രേ. കുണ്ടും കുഴിയും ചെളിവെള്ളവും നിറഞ്ഞതോടെ വിദ്യാർത്ഥികളടക്കം സഞ്ചരിക്കാനാകാത്ത അവസ്ഥയിലാണ്. ഓട്ടോറിക്ഷ പോലും വിളിച്ചാൽ വരുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. രോഗികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോലും വാഹനങ്ങൾ വിളിച്ചാൽ വരാറില്ല. മാറി വന്ന ജനപ്രതിനിധികളൊന്നും തന്നെ ഇതിനു വേണ്ട നടപടിയെടുക്കുന്നില്ല. സംഭവം കഴിഞ്ഞ ഗ്രാമസഭയിൽ ഉന്നയിച്ചതിനെ തുടർന്ന് താൽക്കാലികമായി കോറി വേസ്റ്റ് ഇടാമെന്ന് ഉറപ്പ് നൽകിയത്രേ. പക്ഷേ 3 ആഴ്ച കഴിഞ്ഞിട്ടും ഇന്നേവരെ നടപടി ഉണ്ടായില്ലെന്ന് ഇവർ പരാതിപ്പെട്ടു. മഴക്കാലമായതോടെ റോഡിൽ വെള്ളവും ചെളിയും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയാണെന്ന് വീട്ടമ്മമാർ പറയുന്നു. 43 കൊല്ലമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. അകലൂർക്കാവുന്ന സെക്കൻഡ് വില്ലേജിലേക്ക് പോണ നായടിക്കുണ്ട് ഭാഗത്ത് കൂടെ പോണ റോഡ്. ഇവിടെ ഒരു 10-30 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവർക്ക് ഉള്ള വഴിയാണിത്. ഭരണകർത്താക്കൾ മാറി മാറി വരും, നമുക്ക് കാര്യമില്ല. പുറത്തുനിന്നൊക്കെ കാണുമ്പോൾ പാർട്ടിക്കാർ 1-2 പ്രാവശ്യം എന്നോടും പറഞ്ഞു ഫോർ വേസ്റ്റ് കൊണ്ടുവരാൻ ചേച്ചി, ആള് NSSന്റെ കുട്ടികളെയും വിടാം, നിങ്ങൾ സഹകരിക്കുമോ ചോദിച്ചു. എപ്പോൾ കൊണ്ടുവന്നാലും ഞങ്ങൾ സഹകരിക്കുക, ആളില്ലെങ്കിലും ഞങ്ങൾ വണ്ടിയിലിട്ട് തന്നാൽ ഞങ്ങൾ നിരത്താൻ തയ്യാറാണ്. പക്ഷെ അതുവരെ ആരും ഒരു ഇതും പറഞ്ഞിട്ടുമില്ല, ആരും തീരെ വന്നിട്ടുമില്ല. ഞങ്ങൾക്ക് അതെന്തോ ചെയ്തു തരുന്നിട്ട് റോഡ് വരുന്ന വരുമ്പോഴേക്കും ഈ ചളി ഒന്ന് കുറച്ച് കോറി വേസ്റ്റ് വിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് വലിയൊരു ഉപകാരമായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞ് പ്രദേശത്തെ ആളുകൾ ബാനർ സ്ഥാപിച്ചിരുന്നു. എന്നാൽ പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി ഉറപ്പു നൽകിയതോടെ ബാനർ മാറ്റുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അതും പാഴായി. 6 മാസമായി ഇപ്പൊ റോഡ് പണിയും കനാല് പണിയും പറഞ്ഞ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഞങ്ങൾ ഇത് അപേക്ഷ കളക്ടറേറ്റ് അടക്കം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോൾ ഞങ്ങൾ നേരാക്കി തരാം 3 പാർട്ടിക്കാരും പറഞ്ഞു. വേസ്റ്റ് ആണെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞു, വേസ്റ്റ് ആണെങ്കിൽ ഇതുവരെ പാർട്ടിക്കാർ ജയിച്ച മെമ്പർമാരടക്കം ഈ കനാലിൽ തൂർത്തിട്ട് തന്നില്ല. ഞങ്ങൾക്ക് പത്തിരിപ്പാലക്ക് പോയാൽ വണ്ടി വിളിച്ചാൽ അവിടെ നിന്ന് പഴയലേക്കിലേക്ക് വരില്ല, പഴയലേക്കിൽ നിന്ന് വണ്ടി വിളിച്ചാൽ ഈ കനാലിൽ കൂടെ വണ്ടി വരുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ആ അവസ്ഥകളാണ് ഇപ്പൊ ഞങ്ങളുടെ അവസ്ഥ. അപ്പൊ അതിനൊരു പരിഹാരം കാണണം. റോഡ് ഇപ്പൊ ഒരു 10-30 കൊല്ലമായി ഇപ്പൊ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ ഒരു മഴ പെയ്താൽ വെള്ളം നിറയാണ്. സ്കൂൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടാണ്. അതേപോലെ വണ്ടി വിളിച്ചാൽ വരുന്നില്ല, സ്കൂൾ വണ്ടികളടക്കം തീരെ വരുന്നില്ല. സ്കൂൾ വണ്ടി വരാത്തതുകൊണ്ട് ഇവിടെ നിന്നുള്ള ആളുകൾ പണി മെനക്കെട്ടിട്ട് കുട്ടികളെ സ്കൂൾ കൊണ്ടാക്കുകയാണ്. പണി ടൈമിലാണ് 2-3 പ്രാവശ്യം രാവിലെയും വൈകുന്നേരത്തും കൊണ്ടാക്കിയിട്ട് വരുന്നത്. ഒരു കോറി വേസ്റ്റ് ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇടുന്നില്ല. ഒരു വികസനം ഇവിടെ നടത്തുന്നില്ല. ആകെ വന്നത് ഒരു ലൈൻ പോസ്റ്റാണ് ഈ 40 കൊല്ലത്തിനിടയിൽ കറണ്ട് വന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ വന്ന വികസനം. കെ അബ്ദുൾ റഹ്മാൻ, AP അരവിന്ദാക്ഷൻ, K ശ്രീധരൻ, P അഭിലാഷ്, KV ജാനകി, K ഉഷ, AP ദിവ്യമോൾ, ഷമീർ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി.
അമ്പലപ്പാറ 1-ാം വാർഡിൽ വാട്ടർ ടാങ്കിന്റെ കൽക്കെട്ട് തകർന്നു. അപകടകരമായ നിലയിൽ നിൽക്കുന്ന ഈ നിർമ്മിതി ഏത് നിമിഷവും നിലംപൊത്താമെന്ന നിലയിലാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു. തകർന്ന കൽക്കെട്ടിനോട് ചേർന്ന് വീട് നിൽക്കുന്നത് ഭീഷണി ഇരട്ടിയാക്കുകയാണ്. തകർന്നറിഞ്ഞ കൽക്കെട്ടിനോട് ചേർന്ന് തന്നെ വീട് സ്ഥിതി ചെയ്യുന്നത് ഭീഷണി ഇരട്ടിയാക്കുന്നു. കൽക്കെട്ട് പൂർണ്ണമായും നിലംപതിച്ചാൽ സമീപവാസികളുടെ വീടിന് കനത്ത നാശനഷ്ടം സംഭവിക്കാനും ജീവഹാനി വരെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇതിനു പുറമെ തറ പൂർണ്ണമായി ഇടിഞ്ഞു താഴുന്നതോടെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന 10,000 ലിറ്റർ ശേഷിയുള്ള ഭീമൻ വാട്ടർ ടാങ്ക് കൂടി തകർന്നു വീണ് വൻ സാമ്പത്തിക നഷ്ടത്തിനും ഇടയാക്കും. ടാങ്കിന് കേടുപാടുകൾ സംഭവിക്കുന്നതിനു മുൻപായി നിലവിലെ ജീർണിച്ച സ്ട്രക്ചർ അടിയന്തരമായി പൊളിച്ചു നീക്കിയാൽ ടാങ്ക് സുരക്ഷിതമായും മറ്റിടത്തേക്ക് മാറ്റി സ്ഥാപിക്കാൻ സാധിക്കുമെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു. ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആഴ്ചക്കാഴ്ച ഇവിടെ സമാപിക്കുന്നു. അടുത്ത ഞായറാഴ്ച ഇതേ സമയത്ത് വീണ്ടും കാണാം. നമസ്കാരം. ആഴ്ചക്കാഴ്ച നിങ്ങൾക്കായി സമർപ്പിച്ചത് KSFE ഷൊർണൂർ ബ്രാഞ്ച്.